പി ജെയിംസ്, ഈ അമേരിക്കയുടെ സൈനിക നീക്കം ഇന്നലെ രാത്രി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോഴും നേരിട്ടൊരു പൗരൻ അമേരിക്ക ഇറങ്ങുമോ എന്നുള്ള തരത്തിൽ സംശയങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. 3 ഇടങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന്. എങ്ങനെ കാണണം ഇതിനെ പി ജെയിംസ്? ഉന്മേഷ്, യഥാർത്ഥത്തിൽ ഇത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്ക അതിൽ പങ്കുചേരുമോ എന്നത് സംബന്ധിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ അത് കൊട്ടാരക്കര പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ 2 ആഴ്ചയുടെ സമയം പറഞ്ഞത് ഒരു തരത്തിൽ കബളിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ടൈം ബൈങ് പോലെയാണ് അത് അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇറാന്റെ ഫോർദോ ന്യൂക്ലിയർ ഫെസിലിറ്റി അടക്കം, ആണവ കേന്ദ്രം അടക്കം, അവിടുത്തെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബ് വർഷിച്ചതായിട്ടാണ് വരുന്നതെന്ന് മാത്രമല്ല B-2 ബോംബേഴ്സ് ഇന്നലെ പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അടക്കം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ഇന്നലെ രാത്രി അത് റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഗുവാം വഴി, ഗുവാം നമുക്കറിയാവുന്ന പോലെ അമേരിക്കയുടെ ജപ്പാന് സമീപമുള്ള ദ്വീപാണ്. അവിടെ എത്തി അവിടുന്ന് ആണ് ഇറാനിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ വലിയ ഇതായിട്ടുള്ള ന്യൂസാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞത് അമേരിക്ക ഇതിന് ബന്ധപ്പെട്ടാണ് ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ് എന്നാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും, അത് എന്ത് വില കൊടുത്ത് ഞങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അമേരിക്ക അത് ചെയ്തിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 10 ദിവസമായി ഇസ്രായേലും ഇറാനും തമ്മിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 10ാം ദിവസമാണ് അമേരിക്ക ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 യോഗത്തിൽ നിന്ന് ഒരു ദിവസം മുൻപ് ഇറങ്ങിപ്പോവുകയും സിറ്റുവേഷൻ റൂം അല്ലെങ്കിൽ വാർ റൂം ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോൾ തന്നെ അപകടം മണത്തിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം 2000 നീട്ടിയതായും പിന്നെ അവിടെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ഇതിൽ എതിർപ്പുണ്ട് എന്നൊക്കെ വന്നപ്പോ അതിന്റെ മറവിൽ ഇതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. അപ്പൊ ഒരുപക്ഷെ അമേരിക്ക ഇത് ചെയ്യുമെന്ന് പലരും കരുതിയില്ലെന്ന് മാത്രമല്ല ചർച്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. 5 റൗണ്ട് ചർച്ച നടത്തിയ ആളുമായിട്ട്. അപ്പൊ 6ാം റൗണ്ട് ചർച്ച ആണ് ഈ ഇസ്രായേലുമായിട്ട് വഴി മാറ്റിവെച്ചത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഇതിന് തയ്യാറെടുത്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ഏറ്റുമുട്ടൽ പോലും അമേരിക്കയുടെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ആദ്യത്തേത് ട്രംപ് തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഇല്ല, ഇത് ഇസ്രായേലിന്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കള്ളമായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണയോടെയാണ് ഇത് നടത്തിയത്. ഇത് മാത്രമല്ല ഇസ്രായേലിന് അതിനുള്ള ഈ ആണവ കേന്ദ്രങ്ങളിലെ പെനിട്രേറ്റ് ചെയ്ത് 200 അടി താഴെ പോകാൻ കഴിയുന്ന GBU-57 ഗൈഡഡ് ബോംബ് യൂണിറ്റ് ഇല്ല. അത് മാത്രമല്ല ബങ്കർ എന്ന് പറയുന്ന 200 അടി താഴെ വരെ തുരന്നു പോകുന്നത് അത് B-2 ബോംബേഴ്സിന് മാത്രമാണ് ആ ബോംബ് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. 30,000 പൗണ്ട് ഭാരമുള്ള ബോംബ് ക്യാരി ചെയ്യുന്നത് ജെയിംസ്, ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ രാജ്യാന്തര ഊർജ്ജ ഏജൻസി. അവർ പറയുന്നത് നിരവധി ആണവ ഉപകരണങ്ങൾ ഈ ആണവ കേന്ദ്രങ്ങളിലുണ്ട് ഇറാനിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ബോംബിംഗ് പോലെയുള്ള ആക്രമണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെയും ആ മേഖലയെയും ഒക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഐക്യരാഷ്ട്രസഭയിൽ കൊടുത്തിട്ടും, ആധികാരികമായ ഒരു ഏജൻസി കൊടുത്തിട്ടും ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് ട്രംപ് പോകുന്നു എന്ന് പറയുന്നതും അതിന്റെ മറ്റു പ്രത്യാഘാതങ്ങളും ഒക്കെ വലുതാവില്ലേ? തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഈ കാര്യങ്ങൾ മാറ്റി പറയാൻ യാതൊരു മടിയില്ല ആളാണ്. അപ്പൊ ട്രംപ് നേരത്തെ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞ ഞാനില്ല, അമേരിക്ക ഫസ്റ്റ്, അതുകൊണ്ട് ഒരു തരത്തിലും മറ്റു രാജ്യങ്ങളിലേക്ക് ആക്രമിക്കാനില്ല. 2 ഡബിൾ എഡ്ജഡാണ് ഇപ്പോൾ ട്രംപിന്റെ നിലപാടുകൾ. ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു. ഇവരെ ആക്രമിക്കാൻ അന്ന് തീരുമാനിച്ച 10 മിനിറ്റ് മുമ്പാണ് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോൾ 2019 പിൻവലിക്കുന്നത്. അത് കഴിഞ്ഞ അതേ ട്രംപ് തന്നെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ നിന്ന് കോൺവോയ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഇറാന്റെ സൈന്യാധിപൻ ആയിട്ടുള്ള ഖസീം ഹൊസൈനിയെ വധിക്കാനായി ലേസർ ഗൈഡഡ് മിസൈൽ അയക്കാൻ പറഞ്ഞത് അതേ ട്രംപ് തന്നെ. അപ്പൊ ട്രംപ് 2 തരത്തിലും പ്രതികരിക്കും. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വലിയ അടുപ്പാണ്. അപ്പൊ ഒരുപക്ഷെ
കൊടുത്ത ഒരു ഉറപ്പ് തന്നെയാണ്. ഇതൊന്നും നോക്കില്ല, ഇത് നശിപ്പിക്കുക. ഇതിന്റെ ഫോളോ ഔട്ട് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റീന പറഞ്ഞ പോലെ വളരെ വലുതാണ്. കാരണം ശരിക്കും സമ്പുഷ്ട യുറേനിയം 60% സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളാണ് ഫോർദോ അടക്കമുള്ള നട്ടാൻസും ഫോട്ടോയൊക്കെ. അപ്പൊ അവിടെ വന്ന് ബോംബ് ചെയ്യുമ്പോൾ സമ്പുഷ്ട പി പി ജെയിംസ്, ഒരു റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ആ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്.